പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. 2026 ഗ്ലോബൽ ഹെൽത്ത് റെക്കമെൻഡേഷൻസ് ഫോർ മിൽക്ക് ഹാവ് ഷിഫ്റ്റഡ് away from universal high consumption toward personalized moderation. നമ്മുടെ ഗൂഗിൾ സെർച്ച് പറയുന്നത് യൂണിവേഴ്സൽ ഹൈ കൺസംഷൻ, കൂടുതൽ പാല് കുടിക്കുക, പാല് ആരോഗ്യമാണ്, കാൽഷ്യം തരും, പ്രോട്ടീൻ തരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഗ്ലോബലായിട്ട് കൂടുതൽ ആളുകളെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കിയിടത്ത് നിന്ന് പേഴ്സണലൈസ്ഡ് മോഡറേഷൻ, അത് ലിമിറ്റ് ചെയ്തോളൂ, കുറച്ചോളൂ, വ്യക്തിപരമായി വ്യക്തിഗത അനുസരിച്ച് കുറവ് മതി എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. അലോപ്പതി മരുന്ന് കഴിക്കുന്നത് പോലെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ചോ എന്നായിരിക്കുന്നു. മോസ്റ്റ് മേജർ ഹെൽത്ത് ഓർഗനൈസേഷൻസ് including the World Health Organization WHO and national dietary bodies emphasize the following guidelines for adults. ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങൾ, ലോകാരോഗ്യ സംഘടനയും ദേശീയ ഡയറ്ററി സ്ഥാപനങ്ങളും താഴെ പറയുന്ന നിർദ്ദേശങ്ങളാണ് മുതിർന്നവർക്ക് നൽകുന്നത്. 1. ഡെയിലി ഇൻടേക്ക് ലിമിറ്റ്സ്. 1. ദിവസേന ഉപയോഗിക്കുന്ന പാലിനും പാലുൽപ്പന്നങ്ങൾക്കും പരിമിതി ഉണ്ടാക്കുക, കുറയ്ക്കുക, ലിമിറ്റ് വയ്ക്കുക. മോഡറേറ്റ് കൺസംഷൻ, മിതമായ ഉപയോഗം. 200 മില്ലി തുടങ്ങി 300 മില്ലി പെർ ഡേ മതി. ഒരു ചെറിയ ഗ്ലാസ് മതി. അത് നേരിട്ട് പാലായിട്ടല്ല, മറ്റെല്ലാറ്റിലെയും പാലിൻ്റെ അളവ് കൂട്ടിയിട്ട് കൂടെ ചിന്തിക്കണം. ഇതാണ് അവരുടെ റെക്കമെൻഡേഷൻ. എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾക്കറിയാമല്ലോ. വേണ്ട, ഒഴിവാക്ക്. ആൽമണ്ട്, ബദാമിൻ്റെ പാല്, തേങ്ങാപ്പാല്, സോയപ്പാല്, നട്ട്സ് കൊണ്ടുണ്ടാക്കുന്ന പാലുകൾ, കപ്പലണ്ടിയുടെ പാല്, അങ്ങനെയൊക്കെ പാലുണ്ടാക്കുന്നതാണ് സുരക്ഷിതം. ആ പാലുകൾക്ക് ഇതുപോലുള്ളൊരു സാധ്യത ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും കൂടെ നിങ്ങൾ ഓർക്കണം. ദ 3 ഗ്ലാസ് വാർണിംഗ്. മുമ്പൊക്കെ 3 ഗ്ലാസ് പാൽ കുടിക്കണമെന്നല്ലേ പറഞ്ഞിരുന്നത്. പാലാണ് ആരോഗ്യം, പാല് കുടിച്ചില്ലെങ്കിൽ അമ്മ കരയും, അച്ഛനെ പോലെ ഞാനും ഒരു വലിയ രോഗിയാവേണ്ടതല്ലേ. ഇപ്പോൾ പറയാം 3 ഗ്ലാസ് വാർണിംഗ്. 3 ഗ്ലാസ് പാൽ കുടിക്കുന്നതൊക്കെ വാർണിംഗ് ആണ്. ഹെൽത്ത് ഗൈഡ് ലൈൻസ് നൗ explicitly advise against drinking 3 or more glasses of liquid milk daily due to the increased risk of bone fractures and prostate breast cancers observed in long-term studies. അതുകൊണ്ട് 3 അതിലധികം പാല് കുടിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഞങ്ങളുടെ ഉപദേശം അങ്ങനെ ചെയ്യരുതെന്നാണ്. കാരണം അസ്ഥികൾ ഒടിയാനുള്ള സാധ്യത കൂടുന്നു, പ്രോസ്റ്റേറ്റ് ബ്രസ്റ്റ് ക്യാൻസർ കൂടാനുള്ള സാധ്യതകൾ കൂടുന്നു. ദീർഘകാല പഠനത്തിലാണ് അത് കണ്ടിട്ടുള്ളത്. ചെറിയ കാല പഠനത്തിൽ കുഴപ്പമൊന്നുമില്ല എന്നും കണ്ടിട്ടുണ്ടെന്ന് ഇതിൽ വാചകങ്ങളുടെ ഇടയിലൂടെ നിങ്ങൾ വായിക്കണം. ഈ ശാസ്ത്രീയ റിപ്പോർട്ടുകൾ പലതും വരികൾക്കിടയിൽ വായിച്ചാലേ കാര്യം മനസ്സിലാവുള്ളൂ. PCRM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫിസിഷ്യൻസ് കമ്മിറ്റി ഫോർ റെസ്പോൺസിബിൾ മെഡിസിൻ. PCRM അമേരിക്കയിൽ 17,000-ലധികം ഡോക്ടർമാരും ഹൈ പ്രൊഫൈൽ ഹെൽത്ത് എക്സ്പേർട്സും അടങ്ങിയ കമ്മിറ്റിയാണ്. അവർ ആളുകളെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കുന്നവരല്ല. കിച്ചൺ ടു ക്ലിനിക്കിലേക്ക്, അടുക്കളയിലൂടെ പാലും മുട്ടയൊക്കെ തീറ്റിച്ച് അടുക്കളയിൽ നിന്ന് ആളുകളെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് യൂട്യൂബിൽ പരിപാടി ചെയ്യുന്നവരുമല്ല. അവർ റെസ്പോൺസിബിൾ മെഡിസിൻ, ഉത്തരവാദിത്തത്തോടെ മരുന്നുകൾ ഉപയോഗിക്കുക, രോഗികളെ സമീപിക്കുക എന്ന് കരുതുന്ന സത്യസന്ധരായ ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെന്താണ് പറയുന്നത്? മുട്ട കഴിക്കരുത്, മുട്ടയെ ഡയറ്ററി ഗൈഡ് ലൈൻസിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരന്തരമായി ശ്രമിക്കുകയാണ് അവർ. 17 വർഷം നീണ്ട പഠനത്തിന് ശേഷമാണ് അവർ ആ നിഗമനത്തിലെത്തിയത്.
പാലിൻ്റെ കാര്യത്തിൽ അവരെന്താണ് പറയുന്നത്? PCRM takes a strong stance against the consumption of dairy, recommending that milk and other dairy products are completely eliminated from the adult diet. അവർ പറയുന്ന മുതിർന്നവരുടെ ആഹാരത്തിൽ നിന്ന് പാലും പാലുൽപ്പന്നങ്ങളും പൂർണ്ണമായി മാറ്റണമെന്നാണ്. ആസ് ഓഫ് January 2026, PCRM's core recommendations and health warnings regarding milk include: eliminate dairy, പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കുക. Ditch the dairy. PCRM advocates for replacing all cow's milk with fortified plant-based milks, citing that dairy is not a nutritional necessity for human health. അവർ പ്ലാന്റ്-ബേസ്ഡ് മിൽക്കിലേക്ക് അത് ഫോർട്ടിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ അതിനോട് അത്ര യോജിക്കുന്നില്ല. വാട്ടർ ആസ് പ്രിഫേർഡ് ബിവറേജ്. They recommend water as the primary beverage choice, noting it lacks the saturated fat and hormone-related risk found in milk. അവർ പ്രാഥമികമായ പാനീയമായി വെള്ളം കുടിക്കാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ കാൽഷ്യത്തിന് പകരം എന്ത് ചെയ്യുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇവർ പറയുന്നത് സീരിയൽസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ചീര കഴിക്ക്, ഇലക്കറികൾ കഴിക്ക്, ബ്രൊക്കോളി കഴിക്ക്, ബീൻസ്, എന്തെല്ലാം സാധനങ്ങൾ നമുക്കുണ്ട്. അഡ്വക്കസി ഫോർ ചിൽഡ്രൻ, കുട്ടികളുടെ കാര്യത്തിൽ അവരെന്താ പറയുന്നത്? സ്കൂൾ ലഞ്ച് റിഫോം. PCRM actively lobbies to remove all milk requirements from school lunch programs, warning that full-fat dairy puts children at increased risk for early cardiovascular issues. ഈ പാല് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് നേരത്തെ ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കാനേ സഹായിക്കൂ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് സ്കൂൾ ലഞ്ച് ബോക്സിൽ നിന്ന് പാൽ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. Chronic conditions. They link early cow's milk exposure to increased risk of type 1 diabetes and multiple sclerosis due to immune system triggers found in animal proteins. മൃഗപ്രോട്ടീനുകൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ പ്രകോപിപ്പിക്കുന്നത് കൊണ്ട് ടൈപ്പ് 1 ഡയബറ്റീസും മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുന്ന മാരക രോഗവും കുട്ടികൾക്ക് ഉണ്ടാകാൻ ഇടയാക്കുന്നു പശുവിൻ്റെ പാല്. ഇങ്ങനെയൊക്കെയാണ് പാലിനെക്കുറിച്ചുള്ള അനുകൂലവും പ്രതികൂലവുമായ ശാസ്ത്ര പഠന റിപ്പോർട്ടുകൾ. അതിൽ ദീർഘകാലത്തേക്ക് പഠനം നടത്തിയിട്ടുള്ള ഗവേഷകരെല്ലാം പറയുന്നു ആപത്താണ്. വേണമെങ്കിൽ ഒരു 1.25 കപ്പ് വരെയൊക്കെ കുടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങൾ പറയാൻ പറ്റില്ല. അതിൽ കൂടിക്കഴിഞ്ഞാൽ അപകടമാണ്, സൂചനയുണ്ട്. PCRM പറയുന്നത് ഒട്ടും വേണ്ട. അതിന് പകരം നിങ്ങൾ പ്ലാന്റ് ബേസ്ഡ് പാലുകളിലേക്ക് പോകുക. തേങ്ങാപ്പാൽ ഇത്രയുമുള്ള കേരന്തെങ്ങും കേരള നാട്ടിൽ പശുവിനെ വെറുതെ വിട്. പശുവിൻ്റെ പാല് പശുക്കുട്ടി കുടിച്ചോട്ടെ. പിന്നെ നിർബന്ധമുള്ളവർക്ക് മോരാക്കിയാൽ തൈരാക്കിയാൽ കൂടുതൽ കുഴപ്പങ്ങളില്ല എന്ന് പറയുന്നു. തീരുമാനം നിങ്ങളെടുക്കണം. നല്ലത് മൃഗാഹാരത്തിൽ നിന്ന് സസ്യാഹാരത്തിലേക്ക് വരുന്നതാണ്. കിച്ചണിൽ നിന്ന് ക്ലിനിക്കിലേക്ക് പോവണ്ട, കാശ് ചിലവാക്കണ്ട. അവർ ലാഭത്തിന് വേണ്ടി കിച്ചണിൽ നിന്ന് ആളുകളെ ക്ലിനിക്കിലേക്ക് വരുത്താനുള്ള വഴികളെല്ലാം നടത്തും. അടുക്കളയാകട്ടെ നിങ്ങളുടെ ആശുപത്രി. കിച്ചണിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകരുത്. അടുക്കളയിൽ ആഹാരത്തെ മരുന്നായി, മരുന്നിന് പകരമായി ആഹാരം കൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിച്ച് ജീവിക്കുക. നന്ദി, നമസ്കാരം.